SNDP NSS ഐക്യപ്രഖ്യാപനത്തിൽ നിന്നും ഇപ്പോൾ NSS പിന്മാറി എന്ന വാർത്തയാണ് വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ G സുകുമാരൻ നായരും ഒരൈക്യം NSS SNDP ഐക്യമുണ്ടാകും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സമുദായ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയും ആശയവിനിമയം നടക്കുകയും ചെയ്യും. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐക്യം വളരെ അനിവാര്യമാണ് എന്ന തരത്തിലായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. ആദ്യം ഐക്യ സന്ദേശം മുന്നോട്ട് വെച്ചത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരുന്നു. ആ പ്രതികരണത്തിന്, ആ ഐക്യ സന്ദേശത്തിന് പിന്നീട് പിന്തുണ അറിയിക്കുകയായിരുന്നു G സുകുമാരൻ നായർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഐക്യവുമായി മുന്നോട്ടില്ല എന്ന ഒരു റിപ്പോർട്ടുകൾ നമുക്ക് വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ എന്ന് നോക്കാം. കോട്ടയത്ത് നിന്ന് ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, എന്താണ് NSS പിന്മാറാനിടയായ സാഹചര്യം? എന്താണ് കാരണം? ദിവ്യ, പല കാരണങ്ങളാലും മുമ്പുണ്ടായിരുന്ന SNDP NSS ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുമെന്ന് വിലയിരുത്തിയാണ് NSS പിന്മാറുന്നത്. NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഈ തീരുമാനം. അതൊരു വാർത്താക്കുറിപ്പായി NSS ജനറൽ സെക്രട്ടറി പുറത്തുവിട്ടിരിക്കുന്നു. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും NSSനെ വ്യതിചലിക്കുവാനും സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ മുമ്പുണ്ടായ ഐക്യശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടൊരു കാര്യമാണ് കണ്ടിരുന്നത് എന്നുള്ളതും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതിനാൽ ഇപ്പോൾ ഒരു ഐക്യം പ്രായോഗികമല്ല. പ്രത്യേകിച്ച് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരം നിലപാടുള്ളതിനാൽ മറ്റു സമുദായങ്ങളോടും SNDPയോടും സൗഹൃദത്തിൽ വർത്തിക്കുവാനാണ് NSS ആഗ്രഹിക്കുന്നതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. SNDP NSS ഐക്യാഹ്വാനമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം ഈ യോഗം സ്വീകരിച്ചുവെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ദിവ്യ, യെസ് ജോസി, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് CPM-ന് ഗുണം ചെയ്യുമെന്നൊരു പൊതുവിലയിരുത്തൽ ഉണ്ടായിരുന്നു. അപ്പോൾ CPM-ന് വേണ്ടിയാണ് ഈ ഐക്യം എന്ന തരത്തിലടക്കം ചില കോണുകളിൽ നിന്ന് വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തായിരിക്കുമോ ഇങ്ങനെയൊരു തീരുമാനം? തീർച്ചയായും ഇത്തരത്തിൽ ഒട്ടേറെ വിമർശനങ്ങൾ NSS നേതൃത്വം നേരിട്ടിരുന്നു. അത് ഈ കാര്യങ്ങളൊക്കെയും പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് NSS ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. NSS ഡയറക്ടർ യോഗത്തിൽ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭൂരിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഐക്യ ആഹ്വാനത്തെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷ നേതാവിനെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു SNDP NSS നേതൃത്വങ്ങൾ ഇത്തരത്തിലൊരു ഐക്യ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നത്. അത് CPM-ന് വേണ്ടിയാണ് തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളും ഉയർന്നു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡയറക്ടർ ബോർഡ് ഇത്തരത്തിലൊരു ഐക്യ പ്രഖ്യാപനം വേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഐക്യകണ്ഠേന തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയായിരുന്നോ, അതോ അതിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നോ ജോസി? ഐക്യകണ്ഠേനയാണ് തീരുമാനമാണ് അറിയാൻ കഴിയുന്നത്. മറ്റു തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായോ എന്നുള്ള കാര്യം ഇതിൽ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്നലെ പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ NSSന് ചില അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യവുമൊക്കെ ചെറു സൂചനകളായി പുറത്തു വന്നിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ഡയറക്ടർ ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. വാർത്താക്കുറിപ്പിൽ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ മുമ്പുണ്ടായ പല ചർച്ചകളും ഐക്യപ്രഖ്യാപനവും പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇനി അത്തരമൊരു ഐക്യപ്രഖ്യാപനം വേണ്ട, അല്ലെങ്കിൽ ഐക്യം പ്രായോഗികമല്ലെന്ന് യോഗം വിലയിരുത്തുന്നു എന്ന് ഈ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത്തരമൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ NSS ഈ തീരുമാനത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്.